ഇതാണ് മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലം. ചാർലി എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ മീശപ്പുലിമലയിൽ മഞ്ഞു പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഇതാണ് നിങ്ങൾ കാണുന്ന ആ മഞ്ഞു പെയ്യുന്ന സ്ഥലം. ഈ അടുത്ത പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള മലയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം ദൂരത്തിൽ നടന്നിട്ടാണ് ഇതിൻ്റെ മുകളിലെത്തുക. അതിൻ്റെ കിതപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഇതുവരെ നമ്മൾ ലോകത്തിൽ കണ്ട സ്ഥലങ്ങളൊന്നും ഇത്രയ്ക്ക് മനോഹരമായിരുന്നില്ല എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഈ പ്രകൃതി. താഴെ കാണുന്നത് വലിയ അഗാധമായ കൊക്കയാണ്. അതിൻ്റെ ഇടയിലൂടെ പട്ടുമെത്ത പോലെ മഞ്ഞ് ഒഴുകി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം, ഈ കാഴ്ചകളൊക്കെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വന്ന് കാണണം. ഇത്രയും ദൂരം നടന്നതിൻ്റെ ഒരു വിഷമം, ആ മടുപ്പൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ മാറും. ഞാനും എൻ്റെ 5 ഫ്രണ്ട്സും കൂടിയാണ് യാത്ര ആരംഭിച്ചത്. ഒരു സുഹൃത്ത് തുടക്കത്തിലെ തന്നെ ആരോഗ്യസ്ഥിതി മോശമായതൊന്ന് യാത്ര അവസാനിപ്പിച്ചു. പിന്നീടുള്ള ഞാൻ, ഉമേഷ്, ജോജോ, ലിജോ എന്നിവരാണ് ഈ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങൾ കാണുക, ഇത് കാണുക. അങ്ങ് അകലെ ഈ പാറയിടുക്കിലൊരു തടാകം പോലൊരു സ്ഥലം കാണുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാണ് ആ സ്ഥലം. കുറച്ചും കൂടി വരുമ്പോൾ മരുഭൂമിയിൽ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. കൊളുക്കുമലയിൽ സൂര്യോദയത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ചത്. ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ്. മീശപ്പുലിമല ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് മീശപ്പുലിമലയുടെ കണ്ടിട്ട് തിരികെ പോകാമെന്നുള്ളത്. കാരണം ഇത്രയും ദൂരം എത്തിയിട്ട് ഈ ഒരു സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകുമെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് സത്യം തന്നെയാണ്. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ മരുഭൂമിയിൽ മരങ്ങൾ നിൽക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഏകദേശം സമയം 9:30 മണി, 9 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. നല്ല മഞ്ഞ് പെയ്ത് കിടക്കുന്നൊരവസ്ഥയാണ്. നല്ല ഒരു എന്താ പറയുക, അതിനോട് ഒഴുകി നടക്കാൻ തോന്നും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ പരിചയപ്പെടുത്താം. ജോജോ, യോ, ലിജോ, യോ, മേഷ്, ഹായ്. വാവ്, കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മീശപ്പുലിമല എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാടിൻ്റെ ഭാഗമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരുപാട് ആളുകളൊന്നുമില്ല. വളരെ ഒറ്റപ്പെട്ട സ്ഥലമായിട്ട് തോന്നുന്നു. കുറച്ച് സുഹൃത്തുക്കളെ വഴിയിൽ കണ്ട് അവരിങ്ങ് എത്തുന്നേ ഉള്ളൂ. ഓക്കെ.